എല്ലാവർക്കും നമസ്കാരം. 2025 നവംബർ 4 ഈ സുന്ദരവും ശാന്തവുമായ പ്രഭാതത്തിൽ ഞാനും എൻ്റെ സഹോദരിമാരും സഹോദരനും സഹോദരി ഭർത്താവും ഉൾപ്പെട്ട 38 പേരുടെ ഒരു വലിയ സംഘം പ്രയാഗ്രാജ് ത്രിവേണി സംഗമത്തിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ തീർത്ഥാടനം മനോഹരമായി ക്രമീകരിച്ച വിവേകാനന്ദ ട്രാവൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രശസ്ത ടൂർ ഓപ്പറേറ്റർമാർക്ക് ആദ്യമായി നന്ദി പറയട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ച കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗൈഡ് രവിയേട്ടനും. ഗംഗ, യമുന, അദൃശ്യയായ സരസ്വതി എന്നീ പുണ്യനദികളുടെ സംഗമമാണ് ഈ സ്ഥാനം. കഴിഞ്ഞ വർഷം മഹാകുംഭമേള നടന്ന പുണ്യഭൂമി. ഈ യാത്രയിൽ ഞങ്ങൾക്ക് ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഇവിടെ പുണ്യസ്നാനവും പിതൃകർമ്മങ്ങളുമാണ്. ഞങ്ങൾ ആദ്യം കണ്ടത് വിശാലമായ നദീതടമാണ്. കിഴക്ക് ദിശയിൽ സൂര്യോദയം അതിമനോഹരമായിരുന്നു. നയനമനോഹരം എന്ന വാക്കിനപ്പുറം ആ കാഴ്ച മനസ്സിൽ ഒരു സ്വർണ്ണവർണ്ണം തീർത്തു. ഉടൻ തന്നെ ഞങ്ങൾ സ്നാനത്തിനായി ത്രിവേണി സംഗമത്തിലേക്ക് തിരിച്ചു. 2-3 തോണികളിലായി കയറിയ ഞങ്ങളുടെ യാത്ര അതിസുന്ദരമായിരുന്നു. സുന്ദരമായ നദിയിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ ചുറ്റും സൈബീരിയൻ ദേശാടന പക്ഷികൾ പറന്നു കളിക്കുന്നുണ്ടായിരുന്നു. എന്തൊരു നല്ല കാഴ്ച! സംഗമസ്ഥലത്ത് എത്തിച്ചപ്പോൾ വളരെ നിശ്ചിതമായ സംവിധാനത്തിലുള്ള കുളിയാണ് ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നത്. 2 വഞ്ചികൾ അടുപ്പിച്ച് നിർത്തി മുളകെട്ടി അതിനിടയ്ക്ക് മുങ്ങി നിവരാനുള്ള സൗകര്യം. സുരക്ഷിതമായി പുണ്യസ്നാനം ചെയ്യാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ശേഷം തിരിച്ചു കയറി കൂടാരത്തിനുള്ളിൽ ആചാര്യ നിർദ്ദേശമനുസരിച്ച് എല്ലാവരും സംതൃപ്തിയോടെ പിതൃകർമ്മങ്ങൾ ചെയ്തു. മനസ്സിന് വലിയ ശാന്തത നൽകിയ ഒരു അനുഭവമായിരുന്നു ഇത്. സംഗമത്തിലെ കർമ്മങ്ങൾക്ക് ശേഷം ഞങ്ങൾ നേരെ പോയത് ചരിത്രത്തിലേക്കായിരുന്നു. യമുനയുടെയും ഗംഗയുടെയും തീരത്ത് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള അശോക ചക്രവർത്തിയുടെ കോട്ട കാണാനാണ് ഞങ്ങൾ പോയത്. പിന്നീടത് മുഗള ഭരണകാലത്ത് അക്ബർ ഫോർട്ട് എന്നറിയപ്പെട്ടു. കോട്ടയ്ക്കുള്ളിലെ കാഴ്ചകൾ വിസ്മയിക്കുന്നതായിരുന്നു. പാതാളപുരി ക്ഷേത്രം, അക്ഷയ വടവൃക്ഷം എന്നിവ കണ്ട ശേഷം കോട്ടയുടെ മറ്റ് ചരിത്രപരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നീട് നല്ല തിരക്കുള്ള സമയത്ത് തന്നെ ഞങ്ങൾ പ്രശസ്തമായ ബഡാ ഹനുമാൻ ക്ഷേത്രത്തിലും ശങ്കരാചാര്യ ക്ഷേത്രത്തിലും ദർശനം നടത്തി. തിരക്കുണ്ടായിരുന്നെങ്കിലും രവിയേട്ടന്റെ സഹായത്തോടെ ദർശനം വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വിവേകാനന്ദ ട്രാവൽസ് ഒരുക്കിത്തന്ന ലളിതവും സ്വാദിഷ്ടവുമായ ഉച്ചഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ അയോധ്യയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറെടുത്തു. അതിനു മുമ്പ് പ്രയാഗ്രാജിലെ പ്രധാന ചരിത്രപരമായ 2 സ്ഥലങ്ങൾ സന്ദർശിച്ചു. 1926 കാലഘട്ടത്തിൽ നെഹ്റു കുടുംബം താമസിച്ചിരുന്ന ആനന്ദഭവനും തൊട്ടടുത്ത് തന്നെയുള്ള പുരാതനമായ ഭരദ്വാജാശ്രമവും കണ്ട ശേഷം ഞങ്ങൾ പ്രയാഗ്രാജിനോട് വിട ചൊല്ലി. പല സ്ഥലങ്ങളിലും വീഡിയോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ
ഉള്ളിലുള്ള സ്ഥലങ്ങളിലെ വീഡിയോകൾ എടുക്കാൻ സാധിച്ചിട്ടില്ല, ക്ഷമിക്കുക. ഈ യാത്ര ചരിത്രപരവും ആത്മീയപരവുമായുള്ള ഒരു മികച്ച അനുഭവമാണ് നൽകിയത്. ഇനി അയോധ്യയിലേക്ക് കൂടുതൽ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.